ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് മനശ്ശെയുടെ മകനായ മാഖീറിന്റെ പുത്രന്മാർ ഗിലെയാദിൽ ചെന്ന് അതിനെ അടക്കിയ കാര്യം നാം വായിക്കുന്നുണ്ട്. ഈ അധ്യായം തുടങ്ങുമ്പോൾ രൂബേന്യരും ഗാദ്യരുമാണ് യോർദാൻ ഇക്കരെ സ്ഥലം മതി എന്ന് പറഞ്ഞത്. എന്നാൽ അതിൻ്റെ അവസാനം മനശ്ശെ ഗോത്രത്തിലെ കുറേ ആളുകൾ അവരും ഇവരുടെ കൂടെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അവർക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. രൂബേന്യരും ഗാദ്യരും യുദ്ധം ചെയ്യാൻ മനസ്സില്ലാത്തവരായിരുന്നു. എന്നാൽ മനശ്ശെയുടെ പാതിഗോത്രം അങ്ങനെയല്ലായിരുന്നു. മാഖീറിൻ്റെ പുത്രന്മാർ അവർ ഗിലെയാദിൽ ചെന്ന് അവിടെയുള്ളവരെ കീഴടക്കിയ സ്ഥലം കൈവശമാക്കി. അപ്പോൾ അതുകൊണ്ട് മോശ ഗിലെയാദിൻ്റെ ദേശം മനശ്ശെയുടെ മകനായ മാഖീറിന് കൊടുത്തു എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ ബൈബിളിൽ യോർദാൻ ഇക്കരെ താമസിച്ചിരുന്ന ആളുകൾ രൂബേന്യരും ഗാദ്യരും പിന്നെ മനശ്ശെയുടെ പാതി ഗോത്രവും അവിടെ താമസിച്ചു എന്ന് വായിക്കുന്നത്. അങ്ങനെയാണ് മനശ്ശെയുടെ പാതി ഗോത്രം അവിടെ ഉണ്ടായത്. മനശ്ശെ ഗോത്രക്കാർ വാസ്തവത്തിൽ യുദ്ധം ചെയ്യാൻ തൽപരരായിരുന്നു. അതുകൊണ്ട് അവർ ആ ദേശം കീഴടക്കി അതിനെ അനുഭവിച്ചു. ഇനി നമുക്ക് 33-ാം അധ്യായത്തിലേക്ക് നോക്കാം. 33-ാം അധ്യായം ഒരു പ്രത്യേകതയുള്ള അധ്യായമാണ്. 33-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: മോശയുടെയും അഹരോന്റെയും കൈക്കീഴിൽ ഗണം ഗണമായി മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങളാവിത്. മോശ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതിവെച്ചു. താവളമായി അവർ ചെയ്ത പ്രയാണങ്ങളാവിത്. 1-ാം മാസം 15-ാം തീയതി അവർ രമസേസിൽ നിന്ന് പുറപ്പെട്ടു. പെസഹ കഴിഞ്ഞ് പിറ്റേന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാ മിസ്രൈമ്യരും കാണുക യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. ഇതിനുശേഷം 33-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ പാളയമിറങ്ങിയ ഓരോ സ്ഥലങ്ങളും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. 7 സ്ഥലങ്ങൾ വീതമുള്ള 6 ഗ്രൂപ്പുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ വാക്യത്തിലും ഓരോ സ്ഥലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എണ്ണി നോക്കി കണ്ടുപിടിക്കാം. 40 വർഷക്കാലം ഇവർ എവിടെയൊക്കെ താമസിച്ചു എന്ന കണക്ക് അല്ലെങ്കിൽ ആ സ്ഥലങ്ങളുടെ പേര് കൃത്യമായി ദൈവം ഓർത്തിരുന്നു. അത് മോശയോട് കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്തു. ഈ 40 വർഷത്തിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് സംഖ്യാപുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലുമൊക്കെ നമ്മൾ വായിക്കുന്നത്. ഈ കാര്യങ്ങളുടെ വിശദമായ വിവരണങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് പോലും എഴുതിയിട്ടില്ല. എന്നാൽ ആ സ്ഥലങ്ങളുടെ പേരുകൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇത് ചില ആളുകൾ കരുതുന്നത് ഓരോ സ്ഥലങ്ങളുടെയും പേരിന് ഒരു അർത്ഥമുണ്ട്, ആ അർത്ഥം വച്ച് വലിയ ആത്മീയ സത്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം എന്നാണ്. എന്തോ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം ഈ എല്ലാ സ്ഥലങ്ങളുടെയും അർത്ഥം നമുക്കറിഞ്ഞുകൂടാ. ഉദാഹരണത്തിന് മാറ എന്ന സ്ഥലത്തിൻ്റെ അർത്ഥം നമുക്കറിയാം, കയ്പെന്നാണ്. എന്നാൽ എല്ലാ സ്ഥലങ്ങളുടെയും അർത്ഥം നമുക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇതിനെ അധികരിച്ച് പല ആത്മീയ സത്യങ്ങളും പഠിക്കാം എന്നുള്ള ഒരു ചിന്താഗതി അത്ര ശരിയായിരിക്കണം എന്നില്ല. പിന്നെ വേറൊരു കാര്യം, എന്തുകൊണ്ടാണ് ദൈവം പിന്നെ ഇതൊക്കെ എഴുതിയത്? ഞാൻ വിചാരിക്കുന്നത് മോശ ഇത് എഴുതുമ്പോൾ യാത്ര തുടങ്ങിയ തലമുറയിൽ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചു. ഇപ്പോൾ വേറൊരു തലമുറയാണ് അവിടെ ജനത്തിൻ്റെ ഇടയിലുള്ളത്. അവരെ ഈ സ്ഥലങ്ങളെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്, സംശയമില്ല. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പല സ്ഥലങ്ങളിലും ദൈവമക്കൾ ആയ ഇസ്രായേൽ മക്കൾ ദൈവത്തിനെതിരെ പെറുപിറുത്തു, മത്സരിച്ചു, അനുസരണക്കേട് കാണിച്ചു. അങ്ങനെ പല പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കി. എന്നാൽ അതൊന്നും ഈ 33-ാം അധ്യായത്തിൽ എഴുതിയിട്ടില്ല.
പിന്നെ ആകെ കൂടെ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അഹരോൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ആരുടെയും കുറ്റമായിട്ട് പറയാൻ സാധിക്കില്ലല്ലോ, മോശയും മരിച്ചല്ലോ. എന്നാൽ ഇവർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും ഈ അധ്യായത്തിൽ എഴുതിയിട്ടില്ല. അവർ യാത്ര ചെയ്ത സ്ഥലങ്ങൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അതിൽ നിന്നും ഇത് വായിക്കുന്ന ആളുകൾ ചിന്തിക്കണം. ഈ 50ഓളം സ്ഥലങ്ങളിലൂടെ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തു. 40 വർഷങ്ങളെടുത്തു. എന്നാൽ അത് ദൈവം അനുവദിച്ചതാണ് എന്ന് മാത്രമല്ല, ഈ സ്ഥലങ്ങളിലൊക്കെ അവർ താമസിച്ചപ്പോൾ ദൈവം അവരെ പരിപാലിക്കുകയും ചെയ്തു. എന്നാൽ ഈ പരിപാലിച്ചത് അവരുടെ വിശ്വസ്തത കൊണ്ടോ അവരുടെ നന്മ കൊണ്ടോ ഒന്നുമല്ല. ഇത് വായിക്കുന്ന ഓരോരുത്തരും അത് ചിന്തിക്കും. കാരണം ഓരോ സ്ഥലത്തെക്കുറിച്ചും അവർ ചിന്തിക്കുമ്പോൾ അവിടെ ഉണ്ടായ തെറ്റായ കാര്യങ്ങൾ, അവിടെ ഉണ്ടായ ദുരന്തങ്ങൾ, അവിടെ ഉണ്ടായ അനുസരണക്കേട് എന്താണെന്ന് സംഖ്യാപുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിലുമൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ ഓർമ്മയിൽ വരും. എന്നാൽ അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല ദൈവം അവരെ കരുതിയത് എന്ന് അവർക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ദൈവമാണ് മിസ്രൈമിൽ നിന്ന് ഇവരെ പുറപ്പെടുവിച്ചത് അനേക വർഷങ്ങൾക്ക് മുമ്പ്. ഈ ഒരു അധ്യായത്തിൽ അതിൻ്റെ അവസാനം ദൈവം അവരോട് വാഗ്ദത്തം ചെയ്ത സ്ഥലത്ത് അവരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവർ വാഗ്ദത്ത ദേശത്ത് കയറിയില്ല, കയറുവാൻ പോവുകയാണ്. അപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യം നിവർത്തിച്ചു എന്ന് ഈ അധ്യായം ഇത് വായിക്കുന്നവരോട് പറയുന്നു. കൂടാതെ ഈ അധ്യായത്തിൻ്റെ അവസാനം നിങ്ങൾ കനാൻ ദേശത്ത് കടന്ന ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് 51 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. ദേശത്തിലെ നിവാസികളെ എന്ന് പറഞ്ഞാൽ കനാൻ ദേശത്തിലെ നിവാസികളെ അവർ നീക്കിക്കളയണം, അവരെ നശിപ്പിക്കണം, അവരുടെ പൂജാഗിരികളെ നശിപ്പിച്ച് കളയണം, അവരുടെ ദേശം കൈവശമാക്കി നിങ്ങളവിടെ പാർക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പ്രശ്നമായി തീരും. നിങ്ങൾ അവരെ നീക്കിക്കളയാതിരുന്നാൽ നിങ്ങൾ അവരിൽ ശേഷിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളിൽ മുള്ളുകളും പാർശ്വങ്ങളിൽ കണ്ടകങ്ങളുമായി നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ഉപദ്രവിക്കും. അതുകൊണ്ട് ദൈവം പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ നന്മയായി തീരും എന്ന് ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. മാത്രമല്ല അവസാനത്തെ വാക്യം 56-ാം വാക്യത്തിൽ ഞാൻ അവരോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങളോട് ചെയ്യും. അപ്പം നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ആ ദേശക്കാരോട് ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളോട് ചെയ്യും. അപ്പോൾ ദൈവം അനീതിയാണ് കാണിച്ചത്, ആ നാട്ടിലുള്ള ആളുകളെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നവർ ഈ വാക്യം കൂടി ഒന്ന് ഓർത്തിരിക്കണം. അവർ ചെയ്ത തെറ്റുകൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും അതേ ശിക്ഷ കിട്ടും. ദൈവം നീതിമാനാണ്. ഇസ്രായേൽ മക്കളോട് തന്നെയാണ് ദൈവം ഇത് പറയുന്നത്. അപ്പോൾ ഈ അധ്യായത്തിൽ ദൈവം വാഗ്ദത്തം നിവർത്തിച്ചു എന്ന് മാത്രമല്ല, വാഗ്ദത്തം നിവർത്തിച്ചു കഴിഞ്ഞും ദൈവം പറയുന്നു എൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ഞാൻ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ, നിങ്ങൾ പാപം ചെയ്താൽ അതിൻ്റെ ശിക്ഷ, അതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ മോശ മരിക്കുന്നതിനു മുമ്പ് താൻ കനാൻ നാട്ടിൽ പ്രവേശിച്ചില്ല എന്നത് സത്യമാണെങ്കിലും ദൈവം തന്നോട് വാഗ്ദത്തം ചെയ്തത് അത് മുഴുവൻ നിവർത്തിക്കുന്നത് കാണുവാൻ മോശയ്ക്ക് സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ദൈവം ഓർത്തിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ദൈവം ഇത് എഴുതിയിരിക്കുന്നത്. എന്നാൽ അത് എഴുതിയപ്പോൾ ഒരിടത്ത് പോലും ദൈവം ഇസ്രായേൽ മക്കളുടെ കുറ്റം എഴുതിയില്ല. വേണമെങ്കിൽ അവർക്ക് ചിന്തിക്കാം, ഇന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ഇന്ന തെറ്റ് ചെയ്തു, പക്ഷേ ദൈവം ഞങ്ങളോട് ക്ഷമിച്ചു, ഞങ്ങളോട് തൻ്റെ വാഗ്ദത്തം നിറവേറ്റി. ഇതുതന്നെയാണ് വിശ്വാസികളായ എല്ലാവരുടെയും സാക്ഷ്യം. ജീവിതാന്ത്യം വരെ ഇതുതന്നെയായിരിക്കും നമ്മുടെ സാക്ഷ്യം. തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.